അടുത്തതൊരു സുന്ദരിക്കുട്ടി വരാൻ പോവാണ് അങ്ങ് തൃശ്ശൂർന്ന്. ഓക്കെ, വിളിക്കട്ടെ ആ സുന്ദരിക്കുട്ടി അശ്വതി കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അശ്വതി. ഹലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ചേച്ചിക്ക് എന്ത് വിശേഷം? എനിക്ക് സുഖം. ആരെങ്കിലും എന്റെ സുഖവിവരമൊക്കെ ചോദിച്ചിട്ടാ? സത്യം. സുഖം. കാരണം നമുക്കാർക്കും നിന്നെ വിലയില്ലല്ലോ. അതാ കണ്ടാ അത് കൊച്ചിനോട് ചോദിച്ചു. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് മുമ്പ് അവരും മൈൻഡ് ചെയ്യില്ല. ഇല്ലേ മൈൻഡ് ചെയ്യില്ലേ? ആ കണ്ടാ, ഓൾറെഡി സെറ്റ് ആക്കി ഞാൻ പിള്ളേരൊക്കെ. തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ എവിടുന്നാണ് അശ്വതി അച്ചു? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അശ്വതിനെ അച്ചു എന്നാണോ വിളിക്കുന്നത്? അല്ല, ഫ്രണ്ട്സ് മാത്രം അച്ചു എന്ന് വിളിക്കുള്ളൂ. ഞങ്ങളെ വിളിച്ചോട്ടെ. എന്ത് വിളിക്കും? വീട്ടില് ചിന്നു. 7-8-10 പേരൊന്നും പറ്റത്തില്ല. ഒരു 1-2 ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ അച്ചു എന്ന് വിളിച്ചോട്ടെ. അച്ചു. അപ്പൊ ഓക്കെ. അപ്പൊ അച്ചു എന്താണ് അച്ചു ചെയ്യുന്നേ? ഞാനിപ്പോ PG കംപ്ലീറ്റ് ആയി. ഓ നോ. ഞാൻ വിചാരിച്ചു 4ാം ക്ലാസ് എങ്ങാണ്ടാണ് കണ്ടപ്പോ. ഓക്കെ. ഏതായിരുന്നു എടുത്തേ? മ്യൂസിക് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? ഞാൻ കുന്നിമണി ചെപ്പ് തുറന്ന് അതാണ് പാടുന്നത്. അപ്പൊ ഒരു ക്യൂട്ട് സോങ് കേൾക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പാട്ടേക്കാം അല്ലേ? യെസ്. കുന്നിമണി ചെപ്പു തുറന്നിണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴൻ എന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴൻ എന്നെ ഓർത്തു പാടും പോലെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്തേന്നു, നീ വരാഞ്ഞതെന്തേ? കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴൻ എന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴൻ
ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മോളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ബ്യൂട്ടിഫുൾ. കുട്ടി ഭയങ്കര ചേച്ചി. ക്യൂട്ടായിട്ട് പാടിയല്ലേ? ഭയങ്കര ക്യൂട്ട് സോങ്, ഭയങ്കര ക്യൂട്ടായിട്ട് പാടി. സൂപ്പർ. റിയാലിറ്റി ഷോയിലെ കിട്ടി, സെലക്ഷൻ കിട്ടി എന്നൊക്കെ അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛനാണ്. അച്ഛൻ, അതായത് ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ അച്ഛന് വളരെയധികം സന്തോഷമായി സെലക്ഷൻ കിട്ടി. അച്ഛൻ തന്നെയാണ് എല്ലാ പ്രോഗ്രാമിനും കൊണ്ടുവരിക. അതായത് എല്ലായിടത്തേക്കും അച്ഛൻ തന്നെയാണ് വരിക. അതിലുപരി ഏറ്റവും കൂടുതൽ അച്ഛനായിരുന്നു. പക്ഷെ അച്ചാച്ചൻ ഇപ്പൊ ഇല്ല. അച്ചാച്ചൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ. അച്ഛൻ്റെ അച്ഛൻ. ആള് 6 മാസം മുന്നേ പോയതാണ്. അപ്പൊ ഞാനൊരു റിയാലിറ്റി ഷോയിൽ അല്ലെങ്കിൽ ഒന്ന് എല്ലാവരും അറിയുന്ന രീതിക്ക് TV-യിലൂടെ കാണണം എന്നൊക്കെ അച്ചാച്ചന് വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിലൊരു സങ്കടമുണ്ട്. അതിന്നും സങ്കടമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ, കുറച്ച് അച്ചാച്ചനുള്ള സമയത്തും കൂടിയും ആയിരുന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറേ ഞാൻ ആലോചിക്കലുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അച്ചാച്ചൻ ഇപ്പൊ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ട് ഇതൊക്കെ കണ്ട് അച്ചാച്ചൻ ഇവിടെ തന്നെ കാണും. അവിടെ ഇരിക്കുന്ന എന്തിനാ ഇവിടെ തന്നെ ഉണ്ടാവും. അത് എനിക്കൊന്ന് മേലെ തന്നെ ഉണ്ട്. ഇവിടുന്നൊക്കെ തന്നെ കാണുന്നുണ്ടാവും. നമുക്ക് ഇവിടെ തന്നെ കണ്ടാലോ അച്ചാച്ചനെ ഒന്ന്? അതാണ് നമ്മുടെ അച്ചുക്കുട്ടിയുടെ അച്ചാച്ചൻ. സന്തോഷമായോ അച്ചു? വളരെ സന്തോഷമായി. ദേ ഇപ്പൊ നമ്മുടെ ഫ്ലോറിലും വന്നു ആ ഒരു പ്രസൻസ് അല്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അതെ, അച്ചാച്ചൻ ഇന്നും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതെ, നല്ല മാർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ സൂക്ഷിച്ചു കേട്ടോ. അതാ ഞാൻ തൊഴിയായിരിക്കും. അച്ചാച്ചന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് കേട്ടാ അച്ചുവിന്റെ പുറകില്. എനിക്കിപ്പോ ചെറിയൊരു പേടി. ഓക്കെ, അച്ചാച്ചനായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമ്പനി? അച്ചാച്ചനായിട്ടെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ ഞങ്ങളുടെ അനുസരിച്ച് അതായത് കളിക്കുകയാണെങ്കിൽ കളിക്കായിട്ട് അങ്ങനെ കളിച്ച് നിൽക്കും ഞങ്ങളുടെ കൂടെ. എപ്പോഴും മോളെ മോളെ എനിക്കൊരു പാട്ട് പാടിത്തായോ അങ്ങനെയൊക്കെ എന്നോട് പറയാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാടി. അത് ഇന്ന പാട്ടെന്നൊന്നുമില്ല, ഏത് പാട്ടായാലും അച്ചാച്ചന് ഇഷ്ടമാണ്. അച്ചാച്ചൻ പാടുവോ? ഇല്ല, ആസ്വദിക്കും, നന്നായി ആസ്വദിക്കും. വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്, എന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇതെപ്പോഴും കണ്ടു. അതെ, അതെപ്പോഴും നമുക്ക് അങ്ങനെയാ. നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരു അടുപ്പം. അതിപ്പോ മോള് പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാം. അങ്ങനെ ഒരു നമ്മുടെ പാട്ടിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഉള്ള മനസ്സിലുള്ള വിഷമം. എന്തായാലും അച്ചാച്ചൻ സന്തോഷിക്കും. മോൾ ഇവിടെ എത്തിയല്ലോ. അതെ, വളരെ സന്തോഷിക്കും. എനിക്ക് അതാണ് വേണ്ടത്. ഇനി നമുക്ക് പാട്ട് എങ്ങനെയാണെന്ന് ചോദിക്കാം. ആരോട് ആദ്യം ചോദിക്കണ്ടേ? ശരത് സാറിനോട്. ഓക്കെ, ശരത് സാറിനാണ് അവസരം കിട്ടിയിരിക്കുന്നത്. അച്ഛൻ എന്തോ ശരത് സാർ ആദ്യം പറയണം എന്നൊരു ആഗ്രഹം. ഗണപതിക്ക് തേങ്ങ അടിച്ചിട്ട് തുടങ്ങാൻ എന്നെ കണ്ട് ഗണപതിയായിട്ട് തോന്നി. ഒരിക്കലില്ല. എന്നാ വന്നൊരു തേങ്ങ അടിച്ചു. കുറെ സന്തോഷം മോളെ. എന്നെങ്കിലും മോടെ അച്ഛൻ്റെ കാര്യമൊക്കെ കേട്ടതിൽ കുറേ സന്തോഷം. അപ്പോൾ മോള് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ വിട്ടു പോയവരൊക്കെ ഞാനിങ്ങനെ ഓർത്തു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ മത്സരിച്ചങ്ങ് പോയി. ഒരാൾ പോയതിൻ്റെ തൊട്ട് പുറം ഞാനിത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയായി. അത് വല്ലാത്തൊരു വിഷമാവസ്ഥയാണ്. അമ്മയൊക്കെ ആയിരുന്നു എൻ്റെ സ്ട്രെങ്ത്. മോള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല ക്യൂട്ടായിട്ടൊരു പാട്ട്, ചക്കുട പാട്ട്. താങ്ക് യു.
ഇതിനി ആരാന്നൊക്കെ ഒന്ന് പറഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ. ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ആ ലിറിക്സ് ONV സാറാണ്. ഉം. പാടിയത് ചിത്ര ചേച്ചി. ചിത്ര അമ്മ. ചേച്ചി എന്ന് വിളിക്കരുത്, അമ്മേന്നെ വിളിക്കാം. ഇല്ല ചേച്ചി എന്നെ പൊക്കി എടുത്തിട്ടിരിക്കും അവിടെ ചെല്ലും കേട്ടോ. അപ്പൊ നല്ല രസമുള്ള ഒരു ക്യൂട്ട് പാട്ട്. അപ്പൊ ഇതേ ഉള്ളടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. മഞ്ജരി ചേച്ചി. അച്ചുപ്പെണ്ണേ ആ മാം. നന്നായി പാടി. താങ്ക് യു മാം. നല്ല ക്യൂട്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ക്യൂട്ടായിട്ടുള്ള ഒരു സോങ് എടുത്തിട്ട് വരുന്നു എന്ന് പറഞ്ഞു പാറു. അതെ, ക്യൂട്ടായില്ലേ കേൾക്കാൻ? Yeah. നല്ല നല്ല ചുന്ദരിയായിരുന്നു. നല്ല നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്രയുടെ കൂടെ എങ്ങനെയുണ്ട് അനുഭവം? ഫസ്റ്റ് ടൈം അല്ലേ? അതെ അതെ, വളരെ നല്ല അനുഭവമാണ്. ഗ്രൂമിങ്ങിനായാലും നല്ല സപ്പോർട്ടീവാണ്. ആ മനോഹരമായിരുന്നു അവർ വായിച്ചത്. ഫാന്റാസ്റ്റിക്. ഞാൻ എൻജോയ് ചെയ്തു ഈ ഒരു പെർഫോമൻസ്. കാരണം ആദ്യമായിട്ട് വന്ന മോൾ ഇതിന് മുന്നേ പാടിയിട്ടുണ്ടോ സ്റ്റേജില്? ഇല്ല, പാടിയിട്ടില്ല. ഇങ്ങനെ ഒരു ഫ്ലോറിൽ ഞാൻ ആദ്യമായിട്ട്. ആദ്യമായിട്ട്. അങ്ങനെ വന്ന് പാടുമ്പോ ഉള്ളില് ഒരു എന്താ പറയാ, ഒരു അമച്വർ ഫീലിംഗ് ഉള്ളിൽ ഉണ്ടാവും. എന്നാലും നന്നായി പാടി. നമുക്ക് ആ ആദ്യത്തെ ഒരു ഘട്ടമായതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു പരിഗണനയുണ്ട് ഇപ്രാവശ്യം. തീർച്ചയായിട്ടും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക. അശ്വതി അച്ചു, സാർ. എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ഈ പൊന്മുട്ട ഇടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമയില് വേറൊരു പാട്ടുണ്ട്. പിന്നെ തീയിലൊരുക്കി ആ തൃത്തകേടാക്കി എന്ന് പറയും. അതാണ് ഞാൻ ഫസ്റ്റ് ടൈം സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ട്. ആവൂ. ഷാനിക പാടിത്തരോ? ഒന്ന് പൊടിയാടും. അത് ഇന്ത്യൻ ഹൈസ്കൂൾ റാസൽ ഖൈമയിൽ പഠിക്കുന്ന സമയത്ത്. വിദേശം. വലിയ വീട്ടിൽ മാത്രമേ പാടുള്ളൂ. ഇവിടെ കൂടെ ഒന്ന് പാടിത്താ പ്ലീസ്. വലിയ വീടോ? ഇതിന്റെ വിദേശത്തെ സ്കൂളാണ് ഇത്. സ്കൂളാ അത്. അതാ സിനിമയുടെ ഡയലോഗ്. ഓ, അങ്ങനെ. ആവൂ. വലിയ വീടൊന്നും നീ ഇപ്പോഴും ആയിരുന്നില്ല. നടി തന്നെയാണല്ലേ? ഓക്കെ. സി അച്ചു, നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ എഗൈൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഈ ഒരു ഹോൾ തിങ് നിങ്ങൾക്ക് ന്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നു. ആ ചെറുതായിട്ടായിരുന്നോ? വലുതായിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പം ആ സംഭവങ്ങളൊക്കെ ഒന്ന് യുവർ ഓൺലി 22 അല്ലേ? അതെ. അച്ചു, ഇത്രേ ഉള്ളൂ. പാട്ട് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്നുള്ളത് മാത്രമല്ല, പാട്ട് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഒരു സിംഗറെ വിളിച്ചിട്ട് നമ്മൾ പാട്ട് കൊടുക്കുമ്പോൾ ആദ്യം പറയും ഓക്കെ ഇതാണ് സിറ്റുവേഷൻ. വെറുതെ ഇങ്ങനെ നായകൻ അവിടുന്ന് വരുന്നു, നായിക ഇവിടുന്ന് വരുന്നു, നടുക്കൊരു പശുവുണ്ട്, ഇവിടെ ഒരു മരമുണ്ട് എന്നല്ല. നമ്മൾ കൃത്യമായിട്ട് എവിടെയാണ് ഈ പാട്ട് പ്ലേസ് ചെയ്യാൻ പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിംഗറെ ബൂത്തിൽ നമ്മൾ കേട്ടുള്ളൂ. കാരണം അവർക്കും ആ സാധനം ഇമാജിൻ ചെയ്തിട്ട് വേണം അവർക്ക് പാടാൻ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പറ്റുമെങ്കിൽ ഒരു പാട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛന് തന്നെ അത് കൂടുതൽ ഇപ്പം പാടിയതിൻ്റെ കാളും കൂടുതൽ കുറച്ചുകൂടെ തരാൻ പറ്റും നമുക്ക്. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. അച്ചുകുട്ടി, ഇനി മാർക്ക് ചോദിക്കാം. ചോദിക്കാം. ഓക്കേടാ. മഞ്ജരി ചേച്ചി. ഇന്ന് 8 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. അച്ചുമ്മ ആ സാർ. ഇന്ന് 7.9 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. അച്ഛമ്മ, ആ സാർ. ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ മഞ്ജരിയോട് യോജിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഞാൻ രക്ഷപ്പെടും. അത് കുഴപ്പമില്ല. 8. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 23.9. താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്ത പെർഫോമൻസ് ഒക്കെ അടിപൊളിയാക്കണം. ഓക്കേടാ. Superstar.